ടൈം ലൈൻ കോൺവെർസേഷനിൽ നിന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ റഹീമുദ്ദീൻ പി കെ ആണ്. കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം നിലവിൽ കേരള സർക്കാരിന്റെ കീഴിലുള്ള തൃശൂർ മെന്റൽ ഹെൽത്ത് സെന്ററിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കൂടിയാണ്. വെൽക്കം ടു ടൈം ലൈൻ കോൺവെർസേഷൻ, ഡോക്ടർ റഹീമുദ്ദീൻ പി കെ. ഓക്കെ, നമ്മൾ ഇന്ന് ഈ സംഭാഷണം നടത്താനുള്ള പ്രധാന കാരണം 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് നടന്ന വളരെ നിഷ്ഠൂരവും ക്രൂരവുമായിട്ടുള്ള ഒരു കൂട്ടക്കൊലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. എന്താണ് ആസ് എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഫോറൻസിക് സൈക്കാട്രിയായിട്ട് ഇടപഴകുന്ന ഒരു ഡോക്ടർ എന്ന നിലയിൽ എന്താണ് റഹീമിന്റെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ പ്രതികരണം? തികച്ചും നിർഭാഗ്യകരമായ ഒരു സംഭവമായിരുന്നു. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നിഷ്ഠൂരവും ക്രൂരവുമായ സംഭവം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ആ കുട്ടിയുടെ സൈക്കോളജിക്കൽ അസസ്മെന്റ്സുമായി ബന്ധപ്പെട്ട ഇവാലുവേഷൻ റിപ്പോർട്ട്സിലൊന്നും ഇതുവരെ വരാത്തത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് ആ കേസ് ഇന്ന കാര്യമാണെന്ന് കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുന്നില്ല. പക്ഷെ ചില നിരീക്ഷണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അത് ലഹരിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാവാം, അല്ലെങ്കിൽ ആ കുട്ടി അദ്ദേഹത്തിന്റെ മനോനിലയിൽ വന്ന ചില വ്യത്യാസങ്ങളുടെ കാലം കൊണ്ടും ആവാം എന്നുള്ള സൂചനകളൊക്കെയാണ് വരുന്നുള്ളത്. ഇന്നലെ മുതൽ ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആ കേസും സംബന്ധമായി ബന്ധപ്പെട്ട വിവിധ അയൽവാസികൾ, അദ്ദേഹത്തിന്റെ നാട്ടുകാർ, ബന്ധുക്കൾ, അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച ആൾക്കാരുമായി ബന്ധപ്പെട്ട അവരുടെ ഇന്റർവ്യൂസ് കേൾക്കുമായിരുന്നു. സമൂഹത്തിന് പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളൊന്നും ചെയ്യാതെ ആർഭാട ജീവിതം നയിക്കുന്ന ഒരു വിദ്യാർത്ഥി തന്റെ രക്ഷിതാവിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിന് വേണ്ടി ഒരു 5 പേരെ കൊന്നു എന്നൊരു വാദഗതിയാണ് ആദ്യഘട്ടത്തിൽ കൊടുത്തിരിക്കുന്നത്. തികച്ചും നിഗൂഢമായിട്ടാണെങ്കിൽ കുറച്ചും സംശയാസ്പദമായിട്ടൊരു മൊഴിയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സാമ്പത്തിക മോട്ടീവിന് വേണ്ടി ഒരു സാമ്പത്തിക ഫാമിലി ഫൈനാൻഷ്യൽ ഇഷ്യൂസിന് വേണ്ടി ആ 5 പേരെ കൊന്നു. 5 പേരെ വളരെ നിഷ്ഠൂരമായിട്ട് തന്നെ കൊന്നു. അതും വ്യത്യസ്ത സാഹചര്യത്തിൽ, ഒറ്റ പ്രൊവക്കേഷന് പേരിലല്ല, കൃത്യമായി സമയം എടുത്ത ഒരു പകൽ മുഴുവൻ ഉള്ള സമയത്താണ് ആളെ കൊന്നു എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു സാമ്പത്തിക മോട്ടിവേഷന്റെ ഭാഗമായിട്ട് കരുതുന്നില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട സൂചനകൾ ഉണ്ടോ എന്ന് നോക്കണം. പ്രത്യേകിച്ച് സിന്തറ്റിക് ലഹരിയുടെ ഉപയോഗമോ അതിന്റെ ടോക്സിറ്റി സ്റ്റേജിലാണോ പുള്ളി ഇങ്ങനെ ചെയ്തത് എന്ന് ഉറപ്പുവരുത്തണം. പക്ഷെ ഡ്രഗ് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ ഈ മോഡ് ഓഫ് ഓപ്പറാൻഡിയും ഉദ്ദേശവും അദ്ദേഹം പുറത്ത് പറഞ്ഞതെല്ലാം നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു മാനസിക വിഭ്രാന്തിയിൽ മാത്രം ചെയ്തതായിട്ട് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് സൂചിപ്പിക്കുന്ന ചില ഘടകങ്ങൾ കാണുന്നുണ്ട്. കാരണം ഒരാളെ കൊന്ന് 2-3 പേരെ കൊന്ന ശേഷം അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് എടുക്കുന്നുണ്ട്. മറ്റു ഓട്ടോ ഡ്രൈവേഴ്സിനോട് അതുപോലെ തന്നെ കടയിലൊക്കെ പോകുന്നുണ്ട്. ഈ സമയത്തൊന്നും അദ്ദേഹം പ്രത്യേകിച്ച് ലൈക്ക് ഡിസ്റ്റർബൻസോ ഇറിറ്റബിലിറ്റിയോ അല്ലെങ്കിൽ വയലൻസ് ബിഹേവിയർ ഒന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ലഹരിയുടെ അമിതോപയോഗം എന്ന് മാത്രം സൂചിപ്പിക്കുന്നില്ല, പേഴ്സണാലിറ്റി സിറ്റുവേഷൻ കാണുന്നുണ്ടാവും. ഒരു ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ഇമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്റെ ഈ രണ്ടും, അദ്ദേഹത്തിന്റെ മനോനിലയും അദ്ദേഹത്തിന്റെ ലഹരി ഉപയോഗവും ഒരുമിച്ച് ചേർന്നുണ്ടായ ഒരു പ്രശ്നമായിട്ടാണ് കൂടുതൽ ഇതിലേക്ക് സൂചന നൽകുന്നത്. പ്രത്യേകിച്ച് കൂടുതൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടുതൽ വരേണ്ടതുണ്ട്. പക്ഷെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, പ്രത്യേകിച്ച് ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ യുവാക്കൾ, പ്രത്യേകിച്ച് ന്യൂ നോർമൽ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അസഹിഷ്ണുത, ഇമ്പൾസിവിറ്റി, ഒരു പ്രശ്നമുണ്ടായെങ്കിൽ അതിനെ അഗ്രസീവായിട്ട് നേരിടുന്ന സ്വഭാവം, ഇതെല്ലാം കുട്ടികളിലും യുവാക്കളിലും കാണുന്നതായി ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വേണം ചേർത്ത് വായിക്കാൻ. മറ്റൊരു കൺക്ലൂഷനിലേക്ക് എത്താനുള്ള സമയമായിട്ടില്ല. ഇത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലൊരു കൂട്ടക്കൊലപാതകം നടക്കുമ്പോൾ സാധാരണ പത്രപ്രവർത്തകരാണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും അല്ലെങ്കിൽ മാനസിക രോഗ വിദഗ്ധരാണെങ്കിലും സ്വാഭാവികമായിട്ടും ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ഇതുപോലെയുള്ള കൊലപാതകങ്ങളിലേക്ക്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോകും. ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ 2017 കാടൽ ജൻഡർരാജ് എന്ന് പറയുന്ന ഒരാൾ, അയാൾ മെഡിസിൻ പഠിക്കുകയായിരുന്നു, ഓസ്ട്രേലിയയിൽ മെഡിസിൻ പഠിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രൊഫൈലുകൾ ഈ ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട്. പിന്നെ നന്ദൻകോടായിരുന്നു സംഭവം ഉണ്ടായത്. അപ്പൊ കുടുംബത്തിലെ 4 പേര്, പക്ഷെ അത് ഈ പറഞ്ഞ മാതിരി ലൊക്കേഷൻസ് ഡിഫറെന്റ് ആയിട്ടുള്ള ലൊക്കേഷൻസ് അല്ല, കുടുംബത്തിലെ 4 പേരെ ഒരു ദിവസം കൊല ചെയ്യുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ 2017 പിന്നെ ഈ 2025 ഇടയിൽ കേരളത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പൊ കുടുംബങ്ങളിൽ മാതാവിനെ കൊല്ലുന്നു, പിതാവിനെ കൊല്ലുന്നു, അല്ലെങ്കിൽ സഹോദരിയെ കൊല്ലുന്നു. ചില കേസുകളിൽ സഹോദരന്മാർ അല്ലെങ്കിൽ സിബ്ലിങ്സ് ചേർന്നിട്ട് പിന്നെ കുടുംബത്തിലെ മെമ്പർമാരെ കൊല്ലുന്നു. അപ്പം ഇതിപ്പോ ഒരു പാറ്റേൺ ആയിട്ട് രൂപപ്പെട്ടു വരുവാണോ, അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങനെ ഒരു പാറ്റേൺ ഇല്ലയോ? താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ ഇത് എന്തായിട്ടാണ് ഇതിപ്പോ രൂപപ്പെട്ടു വരുന്നത്? കാരണം കേരളത്തില് മുമ്പുള്ള സയനോയ്ഡ് കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള സംഗതികൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് കൂട്ടക്കൊലകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു.
അപ്പൊ ഇതൊരു പാറ്റേൺ ആണോ അതോ ഇതൊരു നോർമൽ ഒരു സൊസൈറ്റിയുടെ ഒരു രേഖാചിത്രമാണോ? പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ കേസ് നോക്കുകയാണെങ്കിൽ അതൊരു പ്രത്യേക ബ്ലാക്ക് മാജിക്കിന്റെ ഇൻഫ്ലുവൻസിൽ വരുന്ന ഒരു കേസായിരുന്നു. അദ്ദേഹത്തിന്റെ മനോനിലയിൽ വലിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു, അന്ന് അത് കണ്ട വിദഗ്ധന്മാരൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ മറ്റു സംഭവങ്ങൾ ഇപ്പം കൂടത്തായി സൈനൈഡ് കേസാണെങ്കിലും ഇതൊക്കെ സീരിയൽ കില്ലിങ്ങിന്റെ കേസിലാണ്. ഇപ്പൊ കൂടത്തായി വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് കൃത്യമായ ക്രിമിനൽ മൈൻഡ് പ്രവർത്തിച്ചുകൊണ്ട് ചെയ്തൊരു കേസാണ്. ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾ എടുത്ത കേസാണ്. അതിന് കൃത്യമായ സാമ്പത്തിക മോട്ടീവ് ഉണ്ടായിരുന്നു, കൃത്യമായുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷെ ബാക്കി ഇന്നലെ നടന്ന കേസുകളും അതുപോലെ തന്നെ കുറച്ചു മുമ്പ് തൃശ്ശൂർ തന്നെ നടന്ന വല്യമ്മയും വല്യപ്പയും അതുപോലെ തന്നെ നിങ്ങൾ അത്ര മാധ്യമ ശ്രദ്ധ കിട്ടാത്തൊരു കേസായിരുന്നു. ഒരു പേരമകൻ വല്യമ്മയും വല്യപ്പയും, എൻ്റെ 23 വയസ്സ് പ്രായമായുള്ള ഒരു പേരമകൻ വല്യമ്മയും വല്യപ്പയും കഴുത്തറത്ത് കൊന്നിട്ട് അദ്ദേഹത്തിന്റെ തല പിന്നെ വീട്ടിന്റെ മുന്നിൽ തൂക്കി വെക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഇതെല്ലാം വ്യത്യസ്തമായ കേസുകളായിട്ട് വേണം നമ്മൾ കാണേണ്ടത്. അതൊരു ട്രെൻഡായിട്ട് വരുന്നതായിട്ടൊന്നും ശ്രദ്ധയപ്പെട്ടിട്ടില്ല. എന്നൊക്കെ കൃത്യമായ കാലത്തിന്റെ ഘട്ടങ്ങളുണ്ട്, മോട്ടിവേഷൻസ് കൃത്യമായിട്ട് മാറ്റമുണ്ട്. പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓരോ കേസും വ്യത്യസ്തമായിട്ട് തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അടുത്ത കാലത്ത് കാണുന്ന ചില, ഇപ്പം കഴിഞ്ഞ മാസം കോഴിക്കോട് താമശ്ശേരി ഭാഗത്ത് ഉമ്മയെ വെട്ടിയ കേസ് കണ്ടുണ്ടായിരുന്നു, രക്ഷിതാക്കളെ വെട്ടിയ കേസിൽ. ഈ അടുത്ത കാലത്ത് കാണുന്ന യുവാക്കൾ ഇൻവോൾവ് ആകുന്ന കേസുകളിൽ ലഹരിയുടെ സാന്നിധ്യവും അവരുടെ മനോനിലയുടെ പ്രത്യേകിച്ച് വൈകല്യമുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്റെ ഫീച്ചേഴ്സും പ്രത്യേകിച്ച് കാണുന്നുണ്ട്. പേഴ്സണാലിറ്റി ഡിസോർഡർ, ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറോ അല്ലെങ്കിൽ ഇമ്പൾസ് കൺട്രോൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സോ ഉള്ള ആൾക്കാർ ലഹരി ഉപയോഗിക്കുകയും അവരുടെ ഇംഗിതത്തിന് പാരന്റ്സ് വഴങ്ങാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു അക്രമമായിട്ടാണ് അടുത്ത കാലത്ത് കാണുന്നതായത്. മറ്റൊരു ട്രെൻഡായി വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ നമ്മളെ ജനുവരി 1-ാം തീയതി, അതായത് ന്യൂ ഇയറിന്റെ നൈറ്റില് 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ഒരാളെ കത്തി കൊണ്ട് കുത്തിക്കൊന്നു. തികച്ചും സ്വാഭാവികമാണ്ടായ വാക്കുതർക്കത്തിന്റെ ഭാഗമായി കൈയും കരുതിനെ കത്തി കൊണ്ട് അയാളെ ഒറ്റ കുത്തിന് കൊന്നു. അന്ന് കണ്ട പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞ ഒറ്റ കുത്തിന് വളരെ പ്രൊഫഷണൽ ആയിട്ട് കുത്തി അദ്ദേഹത്തെ കൊന്നു. അതായത് 9 വയസ്സുകാരനായ കുട്ടി പുറത്തോട്ട് വരുമ്പോൾ കത്തി കൊണ്ട് നടക്കുന്നു, വളരെ പ്രൊഫഷണൽ ആയിട്ട് കുത്തുന്നു എന്നൊക്കെ പറയുന്നത് കുട്ടികളിൽ അക്രമവാസന കൂടിക്കൊണ്ടിരിക്കുന്നു. അക്രമവാസന കൂടിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല, അക്രമത്തെ വയലൻസിനെ നോർമലൈസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതും ഭീകരമായ വയലൻസ്. അപ്പോൾ വേണമെങ്കിൽ ഇവർക്ക് കൈത്തറത്ത് കൊന്നാം, വിഷം കൊടുത്തു കൊല്ലാം എന്നൊക്കെയുള്ള വളരെ പാസീവായിട്ട് അഗ്രഷൻ മാറി വളരെ ഒബ്സസീവായിട്ട് രക്തരൂക്ഷിതമായിട്ടുള്ള അക്രമത്തിലേക്ക് തന്നെ വരുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് വയലൻസ് നോർമലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥ കുട്ടികളിൽ കാണുന്നുണ്ട്. കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇപ്പൊ തന്നെ കിട്ടണം, കാത്തിരിക്കാൻ വയ്യ. അപ്പൊ ഈ കേസിൽ ഒരു സൂചനകൾ തരുന്ന വെച്ചാൽ ഇവന് സാമ്പത്തികമായ ആവശ്യം ഉണ്ടായിരുന്നു. ഇവൻ വല്യമ്മയോട് മാല ചോദിച്ചിരുന്നു, വലിയ മാല കൊടുത്തില്ല. ഇവന്റെ പാർട്ട്ണർ, ഇവന്റെ പെൺസുഹൃത്തിനെ വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു, വീട്ടുകാർക്ക് അതിൽ എതിർപ്പുണ്ടായിരുന്നു. ഇവന്റെ അച്ഛന്റെ സ്വത്ത് വിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഇപ്പൊ മരണപ്പെട്ട അദ്ദേഹം തടസ്സം നിന്നിരുന്നു. തന്റെ മുന്നിലുള്ള പ്രയാസങ്ങളെയും തടസ്സങ്ങളെയും എന്ത് വില കൊടുത്തും തുടച്ചു മാറ്റുക, അതിന് കാത്തിരിക്കാൻ വയ്യാത്ത അവസ്ഥ, ഈ ഒരു ഇംപേഷ്യൻസ് അവസ്ഥ, പെട്ടെന്ന് ഇമ്പൾസീവായിട്ട് എടുക്കുക, അക്രമങ്ങൾ അതിക്രൂരമായിട്ട് അക്രമങ്ങൾ ചെയ്യുക എന്നൊക്കെ രീതിയിൽ ഒരു ഇൻടോളറൻസ് നമ്മളെ കുട്ടികളിൽ പ്രത്യേകിച്ച് കണ്ടുവരുന്നുണ്ട്. നോർമലൈസേഷൻ ഓഫ് വയലൻസും അടുത്ത കാലത്ത് വളരെ കൂടി വരുന്നുണ്ട്. നമ്മൾ അടുത്ത കാലത്ത് ഇറങ്ങിയ ചില മൂവികൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഡോക്ടർ റഹീം പറഞ്ഞ ഈ വിഷയത്തിൽ എനിക്കൊരു ചെറിയൊരു സംശയമുണ്ട്. കാരണം ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും പല പല കോണുകളിൽ നിന്ന് വന്നൊരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അടുത്ത് വന്നേക്കുന്ന വയലൻസ് റിലേറ്റഡ് മൂവികൾ, സെലിബ്രേഷൻ ഓഫ് ദോസ് മൂവീസ് ആൻഡ് അത് ആ പടങ്ങൾ തിയേറ്ററുകളിൽ വിജയിക്കുന്നത്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഡിസ്കഷൻസ് സൊസൈറ്റിയിൽ വരുന്നതും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ആളുകൾ ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞു. അതായത് വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകൾ അല്ലെങ്കിൽ നമ്മളുടെ പോപ്പുലർ കൾച്ചറിലുള്ള വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഐഡിയാസ് യുവാക്കളെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത് ഒരു തരത്തിൽ സൈക്കോളജിസ്റ്റുകളും ഡോക്ടർമാരും ഈവൻ സൊസൈറ്റിയും അവരുടെ റെസ്പോൺസിബിലിറ്റിയെ ഒഴിവാക്കാനുള്ള ശ്രമമാണ് എന്നുള്ളൊരു സംഭാഷണം ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? അതിന്റെ ആദ്യ ഭാഗം ആദ്യം പറയാം. പ്രത്യേകിച്ച് ഈ മീഡിയാസിന് സോഷ്യൽ സൈക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് പങ്കുണ്ട്. പ്രത്യേകിച്ച് യുവാക്കളുടെയിലും കൗമാരപ്രായക്കാരുടെ ഇടയിലും റോളിംഗ് മോഡലിംഗ്, അവരുടെ എനർജിയെ എക്സ്പ്രസ് ചെയ്യാനുള്ള മെത്തേഡിനായിട്ട് അവർ കൂടുതലും കാണുന്നത്, റോൾ മോഡൽ ആക്കുന്നത് മൂവിക്ക് അതിൽ വലിയൊരു പങ്കുണ്ട്. അതൊരു ഇൻഫോർമൽ ലേണിംഗ് സിസ്റ്റമാണ്, ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ പോലെ. കാരണം ഒരു കോപ്പിംഗ് വർഷങ്ങളായിട്ട് അത് പ്രൂവൺ, ഒരു സോഷ്യൽ സൈക്കോളജിയിൽ വെക്കാരിയസ് ലേണിംഗ് അതുപോലെ തന്നെ ഇമിറ്റേഷൻ ലേണിംഗ് ഒക്കെ വളരെ പ്രൂവൺ തിയറിയാണ്. അത് മൂവീസിൽ കാണുന്ന വയലൻസിനെ
കോപ്പ് ചെയ്യുന്നതിൽ അതാണ് നോർമൽ റിയാലിറ്റി എന്ന് കാണിക്കുന്നതിൽ ഒരു വലിയ പൊതുബോധം സൃഷ്ടിക്കുന്നതിൽ മൂവികൾക്ക് വലിയൊരു പങ്കുണ്ട് എന്നുള്ളത് അത് വളരെ എസ്റ്റാബ്ലിഷ് സോഷ്യൽ സൈക്കോളജി തിയറിയാണ്. അതിൽ വേറെ സംശയമൊന്നുമില്ല. അടുത്ത ഇറങ്ങിയ കുറച്ച് മൂവികൾ ഞാൻ വളരെ അടുത്ത കാലത്ത് വളരെ കീനായിട്ട് ഞാൻ പഠിച്ച 3 മൂവീസിൽ ഒന്ന് ആവേശം, രണ്ടാമത്തെ ആരും ശ്രദ്ധിക്കാതെ പോയ മൂവിയാണ് പണി എന്ന് പറഞ്ഞ തൃശ്ശൂർ കോണ്ടെക്സ്റ്റിൽ തൃശ്ശൂർ വർക്ക് ചെയ്തുകൊണ്ട് മനസ്സിലാക്കിയാണ്. വളരെ പണി എന്ന് പറഞ്ഞ ജോജോ പിന്നെ അദ്ദേഹത്തിന്റെ മൂവി. ഈ പണി എന്ന് പറഞ്ഞ മൂവികളൊക്കെ അവർ കാണിക്കുന്നത് ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും വളരെ ഈസി ആയിട്ട് വയലൻസ് എടുക്കാം. ആ വയലൻസിനെ സെലിബ്രേറ്റ് ചെയ്യുന്നു. വയലൻസിന് കോൺസിക്വൻസ് ഇല്ല. ആ ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത ശേഷം എന്തുണ്ടാവുന്നു എന്നില്ല. അവസാനം വില്ലൻ തോൽക്കുന്നു, ശരിയാണ്. പക്ഷെ ഈ വില്ലൻ എന്ത് സംഭവിക്കുന്നു? ഈ വയലൻസ് സെലിബ്രേറ്റ് ചെയ്യുകയും വയലൻസിന് പ്രശ്നമില്ലാത്ത അവസ്ഥയിലേക്ക് വരികയും ഒരു കോൺസിക്വൻസ് ഫ്രീ ആയിട്ടുള്ള വയലൻസിനെ കാണിക്കുമ്പോൾ, അതുപോലെ തന്നെ വയലൻസ് കാണിക്കുന്ന അത്ര ക്രൂരമായിട്ട് കടുത്തറപ്പ് കൊല്ലുന്ന, പരസ്പരം ശരീരം ചിന്നിത്തിതറുന്ന രീതിയിലുള്ള വയലൻസുകളും ഒക്കെ വളരെ ഈസി കാഷ്വലായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു കോപ്പിംഗ് സിസ്റ്റം ആയിട്ട് മാറും. ഓക്കെ, ഇതിനെതിരെ പ്രത്യേകിച്ച് ആൾക്കാർ മാറുന്നില്ല. അപ്പൊ ഞാൻ മൂവി ഇതിന് എല്ലാ കാരണത്തിനും ഇതൊരു പ്രധാനപ്പെട്ട കാരണം മൂവിയാണ് എന്ന് പറയുന്നില്ല. ഒരു കാരണം മൂവിയാണ്. ആ മൂവി കാണുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും അവർ ഈ വീട്ടിൽ വയലൻസ് ഉണ്ടാകുമ്പോൾ അതിനെ സോഷ്യലൈസ് ചെയ്യേണ്ട, അവരെ മോഡറേറ്റ് ചെയ്യുന്ന രക്ഷിതാക്കള്, വിദ്യാലയങ്ങള്, മറ്റു സോഷ്യൽ ഏജൻസിക്കും സോഷ്യലൈസേഷൻ ഏജൻസിക്കും അതിൻ്റെതായ പങ്കുകളുണ്ട്. പ്രത്യേകിച്ച് ഈ മൂവികളൊക്കെ ഇറങ്ങുന്നത് എ സർട്ടിഫിക്കറ്റോട് കൂടിയാണ്. ഓക്കെ, പക്ഷെ എ സർട്ടിഫിക്കറ്റിലെ മൂവികൾ എല്ലാ ഏജ് കുട്ടികൾക്ക് കാണാൻ പറ്റില്ല. അതിൽ കൃത്യമായ ഏജ് കാറ്റഗറി ഉണ്ട്. പക്ഷേ ഈ എ സർട്ടിഫിക്കറ്റ് ഉള്ള മൂവീസുകൾ കൃത്യമായി യാതൊരു സെൻസറിങ്ങും ഇല്ലാതെ OTT അവൈലബിൾ ആണ്. OTT ഇതിന് സ്ക്രീനിങ് ഒന്നും അവൈലബിൾ അല്ല. സാധാരണ അടുത്ത കാലത്ത് എൻ്റെ സുഹൃത്ത് ഫിലിം ഫീൽഡ് വർക്ക് ചെയ്യുന്ന സുഹൃത്ത് പറഞ്ഞു വെച്ചാൽ ഈ തിയേറ്ററിൽ വരുമ്പോൾ ചില കണ്ടന്റ് ഒക്കെ അവർ സർട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് മാറ്റാറുണ്ട്. OTT അതും വരുന്നില്ല. OTT ആ കണ്ടന്റ് പലപ്പോഴും ഇതുമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായി അറിവില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ വയലൻസ്, തിയേറ്ററിൽ കാണാത്ത വയലൻസ് OTT പലപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. അത് റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ അവസരം ഉണ്ടായിരുന്നു. പണ്ട് എ സബ്ജക്റ്റിലെ മൂവികൾ കാണാന്ന് വെച്ചാൽ പ്രത്യേക പരിധിയുള്ള ഏജ് ഡിഫറൻസ് കുട്ടികളെ കാണുന്നുള്ളൂ. ഇപ്പം 7 വയസ്സായ കുട്ടിയും 8 വയസ്സായ കുട്ടിയും ഈ സർട്ടിഫിക്കറ്റ് കുട്ടി കാണുന്നു. കാരണം പ്രത്യേകിച്ച് അവർ ഈ അഡോളസൻസ് കുട്ടികൾ വർക്ക് ചെയ്യുന്നത് കൂടുതൽ ഇമോഷണൽ അറോസിംഗ് ആയിട്ടുള്ള, ഇമോഷണലി എക്സൈറ്റ് ആവുന്ന കാര്യങ്ങളിലാണ്. അവർക്ക് കാര്യങ്ങൾ ചിന്തിക്കാൻ ആവശ്യമായിട്ടുള്ള അവരുടെ നിയോനാർട്ടിക്കൽ കോർട്ടെക്സ്, പ്രത്യേകിച്ച് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. ഈ സിനിമകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമകൾ കൃത്യമായിട്ട് സെൻസറിങ്ങിന് വിധേയമാക്കുന്നുണ്ട്. ഫിലിംസുകള് അതുപോലെ തന്നെ വയലൻസ് കണ്ടന്റ് ഉണ്ട് എന്ന് പറയുകയും ഈ അതിന് അനുയോജ്യമായ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും എത്ര വയസ്സുള്ള കുട്ടികൾക്ക് മാത്രമേ കാണാവൂ എന്ന് സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുക്കുന്നുണ്ട്. തിയേറ്ററിൽ നമ്മളത് പാലിക്കാറില്ല. ചെറിയ 1 വയസ്സായ കുട്ടി മുതൽ 5 വയസ്സായ കുട്ടി മുതൽ എല്ലാ കുട്ടികളും ഈ സർട്ടിഫിക്കറ്റ് മൂവികൾ കാണാൻ പോകുന്നത്. അതിലാതെ കൂടുതൽ ഈ ചെറിയ കുട്ടികൾക്ക് പോലും ഈ മൂവീസ് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ OTT കാണാൻ പറ്റുന്നുണ്ട്. എ സർട്ടിഫിക്കറ്റ് ഉള്ള വയലൻസ് കണ്ടന്റ് ഉള്ള കുട്ടികൾക്ക് കാണിക്കരുത് എന്ന് കൃത്യമായി നിർദ്ദേശമുള്ള മൂവികൾ പോലും OTT കാണുന്നുണ്ട്. അപ്പൊ കുട്ടികൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വയലൻസ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നോർമലൈസ് ചെയ്യപ്പെടും. ആ ഹീറോയിക് വർഷിപ്പിന്റെ ഒരു ഏജിന്റെ ഭാഗമായിട്ടുള്ള ഒരു വർഷിപ്പിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന നോർമലൈസേഷൻ സംഭവിക്കുന്നു. രണ്ടാമത്, പ്രത്യേകിച്ച് ഈ അഡോളസൻസ് കുട്ടികളുടെ ഒരു ബ്രെയിനിന്റെ ഏറ്റവും പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ കൂടുതലും അവർ സബ് കോർട്ടിക്കൽ ഇമോഷണലി അറോസ് ആക്കുന്ന പ്ലഷർ കിട്ടുന്ന കാര്യങ്ങളായിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പൊ ആ ഓരോ കാര്യത്തിന്റെ വരും വരായികളോ അതിന്റെ കോൺസിക്വൻസോ ഒന്നും അവർക്ക് ആലോചിക്കാനുള്ള ബ്രെയിൻ മെച്ചൂരിറ്റി എത്തിയില്ല. അതുകൊണ്ടാണ് ഇവർക്ക് കാണിക്കരുത് എന്ന് പറയാനുള്ള കാരണം. ഇപ്പൊ ഡെവലപ്മെന്റലി അപ്രോപ്രിയേറ്റ് അല്ലാത്ത, ന്യൂറോളജിക്കലി അപ്രോപ്രിയേറ്റ് അല്ലാത്ത കണ്ടന്റ് കുട്ടികൾ നിരന്തരം കാണുകയും ആ മൂവിയിലെ പാർട്ടുകൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ വയലൻസ് നോർമലൈസ് ചെയ്യപ്പെടും. അതിന്റെ കൂടെ ലഹരിയും ഗ്രഹാന്തരീക്ഷത്തിലുള്ള പ്രശ്നങ്ങളും അച്ഛനമ്മമാര് തമ്മിലുള്ള വൈകാരികമായുള്ള അകൽച്ചയും ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് ആക്ച്വലി ഇങ്ങനെ കുട്ടി ഉണ്ടാകുന്നത്. ഒരു കുട്ടി വയലൻസിലേക്ക് പോകുന്നതിനെ കുട്ടിയെ മാത്രം പഴിചാരി അവൻ കൈ ചെയ്യാൻ പറ്റില്ല. അവന്റെ സാഹചര്യം, അവന്റെ രക്ഷിതാക്കൾ അവർക്ക് കൊടുക്കുന്ന കെയറിങ്, അവന്റെ കൂട്ടുകെട്ടുകൾ എല്ലാം ഒരു പരസ്പരം ഒരു ഏകീകരണത്തിലൂടെ വരുന്ന ഒരു അമാൽഗമേഷനാണ് ആക്ച്വലി ഒരു കുട്ടി ഉണ്ടാവുന്നത്, എനിക്ക് പ്രശ്നമാകുന്നത്. ഡോക്ടർ വൈമുദ്ദീൻ, നമ്മളിപ്പോ ചില കേസുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പൊ ഈ വെഞ്ഞാറമൂടൊക്കെ ഉൾപ്പെടെയുള്ള ചില കേസുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ കുറ്റം ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അവരുടെ കുറ്റം സമ്മതിക്കുന്ന ചില കേസുകൾ ഈ അടുത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആളുകൾ അവരുടെ കുറ്റം ഇങ്ങനെ, ഈ അഡ്മിഷൻ ഓഫ് ഗിൽറ്റ്, ഈ സംഗതി നേരെ സ്റ്റേഷനിൽ വന്നിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസിയുടെ മുമ്പിൽ അവർ ഡയറക്റ്റ് ചെയ്ത് ഇങ്ങനെ പറയുന്നൊരു ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇതൊരു എമേർജിങ് പാറ്റേൺ ആണോ, അതോ ഇതൊരു നോർമൽ സംഗതിയാണോ, അതോ അല്ലെങ്കിൽ കേസ് ബൈ കേസ് ഇത് ഡിഫറെന്റ് ആവുന്ന ഒരു സംഗതിയാണോ?
പൊതുവായിട്ട് പറയുകയാണെങ്കിൽ കേസ് ബൈ കേസ് തന്നെ അനലൈസ് ചെയ്യണം. പൊതുവായി ഇങ്ങനെ ഒരു പ്രകോപനത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ആ സാഹചര്യത്തിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു കുറ്റകൃത്യങ്ങൾ ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവർ ആക്ട് ചെയ്യേണ്ടി വന്നു, ഇനി ഞാൻ കൂടുതൽ പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ച് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്ന ആൾക്കാരുണ്ടാവും. അത് മിക്കവാറും അങ്ങനെ ചെയ്തു പോയി എന്നുള്ളതിന്റെ ഭാഗമായിരിക്കാം. അതിനെ ഞാൻ ചെയ്തു, ഞാൻ അത് ശരിയാണ് ചെയ്തത്, എന്നെ വാലിഡേറ്റ് ചെയ്യണം, ഞാൻ അങ്ങനെ ഒരു ഹീറോയ്ക്ക് പരിവേഷം കിട്ടണം എന്ന ഉദ്ദേശത്തിൽ ആവാൻ സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഞാൻ പോലീസിൽ കീഴടങ്ങിയില്ലെങ്കിൽ നാട്ടുകാരെന്നെ കൈകാര്യം ചെയ്യും എന്നുള്ള പേടി കൊണ്ടും മുമ്പൊക്കെ അങ്ങനെ പലപ്പോഴും കീഴടങ്ങും. അപ്പൊ പ്രത്യേകിച്ച് ബസ് അപകടങ്ങളിലൊക്കെ വരുന്ന ഡ്രൈവേഴ്സ് ഓടിപ്പോയി പോലീസ് സ്റ്റേഷനിൽ അഭയം ഉണ്ടാകുന്ന സംഭവമൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് അവർക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന ഉദ്ദേശം കൊണ്ടാവാം. പക്ഷെ ഈ ഒരു നമുക്ക് ഞാൻ ചിന്തിച്ചുകൂടായില്ല, അതായത് ഈ ഒരു വാലിഡേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹീറോയ്ക്ക് പരിവേഷം കിട്ടി. കാരണം ഇന്ന് ഈ തിരുവനന്തപുരം കേസ് തന്നെ പുള്ളി പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞ സമയത്ത് ആദ്യഘട്ടത്തിൽ പോലീസ് അത് വിശ്വസിച്ചിട്ടുണ്ടായില്ല. പുള്ളിയുടെ മനോനില ശരിയാണോ എന്നുള്ളത് ഓട്ടോ ഡ്രൈവറെ വിളിച്ച് വെരിഫൈ ചെയ്തിട്ടാണ്. അപ്പോൾ ഓട്ടോ ഡ്രൈവർ പറഞ്ഞ ആൾ ഓക്കെ ആണ്, ലഹരി ഉപയോഗിച്ചിട്ടാണോ എന്നാൽ പോലീസ് സ്റ്റേഷൻ അങ്ങനെ പല ക്ലെയിംസുകളും വരാറുണ്ട്. അപ്പം ആദ്യം അല്ല ഹീറോയ്ക്ക് പരിവേഷം കിട്ടാനാണോ എന്നുള്ള ചോദ്യം കേസ് ബൈ കേസ് തന്നെ കാണേണ്ടിയിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാനുള്ള കാരണം ഗിൽറ്റ് കൊണ്ട് തന്നെ ആയിരിക്കാം. കാരണം ഞാൻ ചെയ്തു പോയി, ഇനി ഓപ്ഷൻ ഇല്ല. അങ്ങനെ പല കേസിലും ഈ പ്രണയനൈരാശ്യ കേസുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ കീഴടങ്ങി, ഞാൻ വിഷം കുളിക്കെടുത്തിട്ടുണ്ട് എന്ന് പറയും. തിരുവനന്തപുരം കേസുകളിൽ അടിമുടി നിരൂഹതയുണ്ട്. കാരണം പുള്ളി സ്വയം ലൈക്ക് എലിവേഷൻ കഴിച്ചു എന്ന് പറയുന്നുണ്ട്. പുള്ളി ഗ്യാസ് തുറന്നിട്ട് വീട് മൊത്തം കത്തിക്കാനുള്ള പ്ലാൻ പറയുന്നുണ്ട്. പുള്ളി തന്നെ പോലീസ് സ്റ്റേഷനിൽ പറയുന്നുണ്ട്. ഇതിനൊക്കെ ഒരുപാട് നിരൂഹതകൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ടെന്നാണ് തോന്നുന്നത്. അതിന്റെ ആ ഫോറൻസിക് വിദഗ്ധന്മാരും ബാക്കി ഏരിയാസുകളും അതിൽ വർക്ക് ചെയ്യുന്നെന്ന് മനസ്സിലാക്കണം. ഇപ്പം നിലവിലിപ്പം നമ്മൾ ഈ വെഞ്ഞാറമൂട് കേസ് തന്നെ എടുത്തു നോക്കുവാണെങ്കിൽ ഡോക്ടർ റഹീമിന്റെ സോഴ്സുകളിൽ നിന്നും അല്ലാണ്ട് കേസിന്റെ മൊത്തം റിപ്പോർട്ടിങ്ങിൽ നിന്നും താങ്കൾ മനസ്സിലാക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് ഹൗ മച്ച് ഓഫ് ദിസ് ഈസ് ആൻ ഇന്റർസെക്ഷൻ ബിറ്റ്വീൻ സൈക്കോപാത്തോളജി ആൻഡ് പ്ലാന്റ് ബിഹേവിയർ? ക്ലെയിം ചെയ്ത ആളുടെയും അയാൾ ചെയ്യുന്ന അയാളുടെ മൊത്തം മോഡസ് ഓപ്പറാൻഡിയും ഇത് വെച്ച് നോക്കുമ്പോൾ ഏത് തരത്തിലുള്ള ഒരു ഇന്റർസെക്ഷൻ ആണ് ഒരു സൈക്കോപാത്തോളജിയുടെയും ഇയാളുടെ ബിഹേവിയറും വെച്ചിട്ട് കാണാൻ പറ്റുന്നത്? ഈ പ്രത്യേകിച്ച് ക്രിമിനൽ സ്വഭാവങ്ങൾ കാണിക്കുന്ന ആൾക്കാരുടെ മനോനിലയുമായി ബന്ധപ്പെട്ട ഒബ്സർവേഷനിൽ പ്രത്യേകിച്ചും ഈ തിരുവനന്തപുരം കേസ് മാത്രമല്ല, പൊതുവായി ഞാൻ കണ്ടൊരു കാര്യം ലക്ഷ്യം 2-3 എലമെന്റ്സ് പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഗുരുതരമായ മാനസിക രോഗമുള്ള സ്കീസോഫീനിക് ചിത്തഭ്രമം കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് അവരുടെ ഹാലൂസിനേഷന്റെയോ ഡെലൂഷന്റെ ഒക്കെ ഭാഗമായിട്ട് ആൾക്കാർ സ്വയം ഡിഫൻസിന്റെ ഭാഗമായിട്ട് കൊല്ലുന്ന ആൾക്കാരുണ്ടാവും. അത് ഭാര്യ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി സെൽഫ് ഡിഫൻസിന് വേണ്ടി ഭാര്യയെ കൊന്ന കേസുണ്ട്. അച്ഛനമ്മമാർ എനിക്കിത് കൂടാതെ നടത്തുന്ന സ്വയം രക്ഷയ്ക്ക് വേണ്ടി അവരെ കൊന്ന ആൾക്കാരുകള്, എന്റെ അനിയനെ എന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്ന ഡെലൂഷണൽ പെർസിക്യൂട്ടറി ഡെലൂഷനുള്ള ആൾക്കാരുടെ സ്വയം രക്ഷാർത്ഥം കൊല്ലുന്ന കേസുകൾ. ഇതൊരു കൃത്യമായ മനോരോഗത്തിന്റെ അവസ്ഥയിൽ അതിന്റെ കൃത്യമായ സ്കിസോഫ്രീനിക് എന്നുള്ള മെന്റൽ ഇൽനെസിന്റെ കാറ്റഗറി കൊള്ളുന്ന ആൾക്കാരാണ്. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഈ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള മുതിർന്നവരും അതിന്റെ കുട്ടികളെ പ്രശ്നമായിട്ട് കണ്ടക്ട് ഡിസോർഡർ ഉള്ള ആൾക്കാർക്ക് അവരുടെ സ്വയം ആവശ്യങ്ങൾക്ക് വേണ്ടി കുറ്റകൃത്യങ്ങൾ ഏർപ്പെടാൻ യാതൊരു മടിയും കാണിക്കാറില്ല. അവർക്ക് കുറ്റകൃത്യങ്ങൾ ചെയ്താൽ പോലും അവർക്ക് അതിൽ ഒരു കുറ്റബോധമില്ലാത്തൊരവസ്ഥയാണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി എന്നല്ല. ചെറിയ ശതമാനം കുട്ടികളെങ്കിലും ഇതുപോലെയുള്ള ആന്റി സോഷ്യൽ സ്വഭാവങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കാണിച്ചു കൊടുക്കുകയും മുതിർന്ന സമയത്ത് വരുമ്പം ഒരു പൂർണ്ണാർത്ഥത്തിൽ ഒരു ക്രിമിനൽ മനോഭാവം ഉണ്ടാവുകയും യാതൊരു റെവലേഷൻ കുറ്റബോധം ഇല്ലാത്ത അവസ്ഥയും വരുന്നതായി കാണുന്നുണ്ടാവും. ഇത് പേഴ്സണാലിറ്റി ഡിസോർഡർ ആൾക്കാർ. മൂന്നാമത്തെ ആൾക്കാർ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇല്ലാതെ തന്നെ ലഹരിക്ക് അടിമപ്പെട്ട് ലഹരിയുടെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന, കാരണം അവർക്ക് ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡേഴ്സ് ഉണ്ടാവും, അവർക്ക് അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കേണ്ടി വരും. ADHD പോലുള്ള കണ്ടക്ട് ഡിസോർഡേഴ്സ് പോലുള്ള പേഴ്സണാലിറ്റി ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരുടെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് പെട്ടെന്ന് ഇമ്പൾസ് മാനേജ് ചെയ്യേണ്ടി വരും. ഈ ഷോർട്ട് ഷമ്പേർഡ് ആയതുകൊണ്ട് അവർക്ക് അസഹിഷ്ണുത കുറവായതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, പെട്ടെന്ന് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ അവരെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പെട്ടെന്ന് അക്രമങ്ങളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മൾ 1-2 കേസുകൾ മാത്രമേ സെൻസേഷൻ അതുകൊണ്ട് കണ്ടുള്ളൂ. നിരന്തരമായി ഞങ്ങളെ OP-യിൽ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കൊലപാതകങ്ങൾ നടത്തിയായിട്ടോ മറ്റുള്ളവരെ കുത്തിയതായിട്ടുള്ള കേസ് വരാറുണ്ട്. അതൊക്കെ പ്രധാനമായിട്ടും കാണുന്ന ഒരു 3-4 കോമൺ എലമെന്റ്സ്. ഒന്ന് അവരുടെ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ, അല്ലെങ്കിൽ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, അല്ലെങ്കിൽ കണ്ടക്ട് പേഴ്സണാലിറ്റി അതിന്റെ കണ്ടീഷൻസ്, അല്ലെങ്കിൽ ഇമ്പൾസ് കൺട്രോൾ പേഴ്സണാലിറ്റി. ഇതിന്റെ കൂടെ തന്നെ ലഹരിയുടെ ഉപയോഗവും, പ്രത്യേകിച്ച് ബ്രെയിനിൽ നേരിട്ട് പ്രവർത്തിക്കുന്ന രാസലഹരിയിൽപ്പെട്ട മെത്തഫിൻ കാറ്റഗറി വരുന്ന മെഡിസിൻസ് ഒക്കെ വരുവാണെങ്കിൽ അവർക്ക് ഇമ്പൾസ് കൺട്രോൾ നഷ്ടപ്പെട്ടു പോകും, അവർക്ക് അവരുടെ മോട്ടിവേഷൻ പാറ്റേൺ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതിന്റെ കൂടെ തന്നെ അവരെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് അവർ അക്രമങ്ങളിലേക്ക് പോകുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ADHD പോലുള്ള ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡേഴ്സും വരികയാണെങ്കിൽ ഈ 3 പാത്തോളജിക്കൽ കണ്ടീഷൻസ് ആണ്
മനോരോഗവുമായി ബന്ധപ്പെട്ട് കാണാവുന്ന കേസുകൾ. സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള കൂട്ടക്കൊലകളും മറ്റ് പ്രമാദമായ കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പം ഉണ്ടാകുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് കേസ് അന്വേഷിക്കുന്നു. കൂട്ടത്തിൽ ആ, ഒരു മർഡറുടെ അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്യുന്ന ഒരു ക്രിമിനലിന്റെ മൈൻഡ് സൊസൈറ്റിയുടെ മുമ്പിലേക്ക് വളരെ പല രൂപത്തിൽ, അത് ന്യൂസ് റിപ്പോർട്ടുകൾ വഴി, TV റിപ്പോർട്ടുകൾ വഴി, ലോക്കൽ ചാനലുകളുടെയും ലോക്കൽ ആൾക്കാരുടെയും സംഭാഷണങ്ങൾ വഴി മുന്നോട്ട് വരലുണ്ട്. ഈ വിഷയത്തിൽ സാധാരണ ഒരു സൈക്കോളജിസ്റ്റ്, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫോറൻസിക് സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സമാനമായിട്ടുള്ള പ്രൊഫഷനിലുള്ള ആൾക്കാർക്ക് ഇതുപോലുള്ള കേസുകളിൽ എങ്ങനെയാണ് പിന്നെ ഒന്ന് സൊസൈറ്റി അറ്റ് ലാർജിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക, രണ്ട് കേസ് സ്പെസിഫിക് എങ്ങനെയാണ് നിങ്ങളുടെ റോൾ ഉണ്ടാവുക എന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. പ്രത്യേകിച്ച് മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലെ അക്രമങ്ങൾ, കൊലപാതകങ്ങളൊക്കെ ഒരു സോഷ്യൽ ഈവിളായിട്ട് കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് എന്തൊക്കെ കാരണങ്ങളാണ് ഇതുപോലത്തുള്ള ഈ വികലമായ സ്വഭാവങ്ങളിലേക്ക് നയിക്കുന്നതെന്ന് കൃത്യമായിട്ട് മാനസികാരോഗ്യ വിദഗ്ധന്മാർക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റും. അതിന് വ്യക്തിപരമായ കാരണങ്ങളുണ്ട്, പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഉണ്ട്, മാനസിക രോഗങ്ങളുടെ കാരണങ്ങളുണ്ട്, അതിലേക്ക് നയിക്കുന്ന ലഹരി പോലുള്ള ഉപയോഗത്തിന്റെ ഫാക്ടേഴ്സ് ഉണ്ട്, ഗ്രഹാന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്, സമൂഹത്തിൽ നേരത്തെ പറഞ്ഞ മൂവി പോലത്തെ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ എല്ലാ ഫാക്ടേഴ്സിനെയും കൃത്യമായി അറിഞ്ഞ് ഈ വൾണറബിൾ റിസ്കി ഫാക്ടേഴ്സിനെ കൃത്യമായി അറിയിക്കുകയും തങ്ങളുടെ മക്കള് തങ്ങളുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ, തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇതിലേക്ക് പോവാതിരിക്കാനും ഈ സാഹചര്യത്തിന് അവരെ ആവശ്യമായ റെസിലിയൻസ് ഉണ്ടാക്കാനും ഒരു പ്രതിരോധം ഉണ്ടാക്കാനും ആവശ്യമായ ബോധവൽക്കരണം നടത്താൻ വേണ്ടി പ്രത്യേകിച്ച് മാനസികാരോഗ്യ വിദഗ്ധന്മാർക്ക് കൃത്യമായുള്ള അതിനുള്ള മേഖലയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന്. രണ്ടാമത്, ഇതുപോലെ ഓൾറെഡി ഇങ്ങനത്തെ വൾണറബിലിറ്റി ഉള്ള ആൾക്കാരുണ്ട്. അവരെ കണ്ടെത്തിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിഗണനയും അവർക്ക് ആവശ്യമായ തെറാപ്പിയും അവർക്ക് ആവശ്യമായ ഇന്റർവെൻഷൻസും ട്രീറ്റ്മെന്റ്സും കൃത്യമായ സമയത്ത് ഉണ്ടോന്ന് കൊടുക്കുക. ഉദാഹരണത്തിന്, ഒരു കുട്ടിയെ ആന്റി സോഷ്യൽ ട്രൈറ്റ്സ് കണ്ടെത്തി. കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ ജില്ലയിലെ സ്കൂളിലേക്ക് ഒരു കുട്ടി തോക്കും കൊണ്ടുവന്നു. തന്റെ രക്ഷിതാവിനെ തന്റെ കഴിഞ്ഞ വർഷം ഒരു +2 പഠിക്കുന്ന കുട്ടി സ്കൂളിലേക്ക് കഴിഞ്ഞ വർഷം ഒരു +2 പഠിക്കുന്ന വിദ്യാർത്ഥി തന്റെ സ്കൂളിലേക്ക് തോക്കും കൊണ്ട് അധ്യാപകനെ വെടിവെക്കണം അധ്യാപകനെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ക്ലാസ്സിൽ വന്നു. ആ കുട്ടിയെ അറസ്റ്റ് ചെയ്തു, കുട്ടിക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റ് കൊടുത്തു. ആ കുട്ടി വൾണറബിൾ ആണ്. അതേപോലെ സ്വഭാവ വൈകല്യങ്ങൾ കാണിക്കുന്ന, ഇതുപോലെ ADHD പ്രശ്നങ്ങൾ കാണിക്കുന്ന കുട്ടികളെ കൃത്യമായി കണ്ടെത്തിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങളും പുനരധിവാസ സംവിധാനങ്ങളും കൊടുക്കുക. ലഹരിയിൽ അടിമപ്പെട്ട കുട്ടികൾക്ക്, ലഹരി ഉപയോഗിച്ച് തുടങ്ങിയ കുട്ടികളെ നേരത്തെ തന്നെ കണ്ടെത്തി അവരെ സമൂഹത്തിന്റെ മുൻധാരയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും കരുതലും കരുണയുമുള്ള സാഹചര്യത്തിൽ അവർ തിരിച്ചു കൊണ്ടുവരാനും സൈക്കോളജികൾക്കും മനഃശാസ്ത്ര വിദഗ്ധന്മാർക്കും കൃത്യമായി സമൂഹമായി ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റും. നേരത്തെ കണ്ടെത്തൽ, പ്രതിരോധം, ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട മാർഗങ്ങൾ. നമ്മളിപ്പം അടുത്തായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഫാമിലിക്കകത്താണ്. അടിവാരത്ത് മാതാവിനെ വെട്ടിക്കൊന്നു, പിന്നെ പാലയില് ഭാര്യ മാതാവിനെ പെട്രോൾ ഒഴിച്ചു കൊന്നു, പിന്നെ തിരുവനന്തപുരത്ത് മാതാവിനെ മകൻ തീ കൊളുത്തി കൊന്നു, പിന്നെ ഇപ്പം ഈ വെഞ്ഞാറമൂട് കേസ്, അതിന് മുമ്പ് നന്തൻകോട്ടത്തെ കേസ്, അതിനകത്ത് ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള 4 പേരെയാണ് കൊല്ലുന്നത്. നോർമലി നമ്മൾ ഇന്ത്യ, ഭാരതം എന്നൊക്കെ സംസാരിക്കുമ്പോൾ പൊതുവെ ഉണ്ടാവുന്നൊരു കോൺവെർസേഷനിൽ വരുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുടുംബം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് നമ്മൾ പറയുക. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ട്രെൻഡ്? അതായത് ഇത് അബറേഷൻ ആണോ അതോ ഇതൊരു ഓൺഗോയിങ് ട്രെൻഡാണോ, അല്ലെങ്കിൽ ഇതെന്തെങ്കിലും പ്രത്യേകമായിട്ട്, കാരണം നിഷേധം ഫാമിലിക്കുള്ളിൽ നിന്ന് തന്നെ വരുമ്പോൾ അതിനുള്ളൊരു പ്രതിഷേധമാണ് ഇതെന്നുള്ള രൂപത്തിലുള്ള അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? ആദ്യം തന്നെ ഒരു ട്രെൻഡ് ബേസിക്കലി ഇല്ല. അത് നമ്മൾ ആക്ച്വലി ഇങ്ങനെ എല്ലാവരും കൊല്ലുന്നു എന്ന് പറഞ്ഞിട്ട് പല കാലഘട്ടങ്ങളിൽ പല ടൈം സ്പാൻ നടന്ന സംഭവങ്ങളാണെങ്കിലും അത് ട്രെൻഡായിട്ട് വരുന്നില്ല. കാരണം ട്രെൻഡ് വന്നാൽ എനിക്കും കൊല്ലാലോ, ട്രെൻഡ് ഇല്ലേ എന്നൊരു പുതിയൊരു കാലത്തെ വായന കൂടി ഉണ്ട്. എന്തായാലും കൊന്നാ പ്രശ്നമില്ലല്ലോ, എല്ലാവരും കൊല്ലുന്നില്ലേ, എല്ലാവരും എന്റെ അച്ഛനൊന്നും കൊടുത്താൽ പ്രശ്നമില്ല, ഞാൻ കൊല്ലുന്നില്ലല്ലോ, അടിച്ചേ ഉള്ളൂ എന്നൊരു ധ്വനി അതിന് വരും. അതുകൊണ്ട് ട്രെൻഡിന് ഞാൻ വാക്കിന്റെ പ്രശ്നത്തെ ഞാൻ കൂട്ടിക്കാണിക്കുന്നു. പക്ഷേ ഫാമിലിയിൽ നടക്കുന്ന കേസുകളൊക്കെ എന്റെ വ്യക്തിപരമായി ഞാൻ കണ്ട കേസിൽ മനസ്സിലാക്കി വെച്ചാൽ, അവരുടെ ഏറ്റവും അടുത്തുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കേണ്ട ആൾക്കാരാണ് അച്ഛനും അമ്മ, ഈ ബന്ധുക്കളൊക്കെ. ഇവർ കാര്യങ്ങൾ കിട്ടുന്നില്ല. എനിക്ക് ലഹരി വാങ്ങാൻ ക്യാഷ് കിട്ടുന്നില്ല, എനിക്ക് ലഹരി വാങ്ങാൻ പൈസ തരുന്നില്ല, അല്ലെങ്കിൽ അവർ വീക്കായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്റെ കാര്യസാധനത്തിന് വേണ്ടിയിട്ട് തന്റെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഭൗതികമായിട്ടുള്ള നീഡ് പൂർത്തീകരിക്കേണ്ടത് ഇവരാണ്. രണ്ടാമത്തത്,
എന്റെ കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഇവരാണ് എന്നെ പുറത്തു പോകേണ്ടത്, എന്റെ പ്രണയത്തിനെ എതിർ നിൽക്കുന്നത്, എന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടാക്കുന്നത്. നാട്ടുകാരും ഇടപെടാൻ വരുന്നില്ല. അവരുടെ ഭാഗത്തേക്ക് പോകുന്നതാണ്. തന്റെ സ്വൈര്യ ജീവിതത്തിന്, താൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തന്റെ ബന്ധുക്കളാണ്. ചില ആൾക്കാർ ഇങ്ങനെയും പറയും, എന്റെ ജീവിതം ഇങ്ങനെ ആക്കാൻ കാരണം നിങ്ങളാണ്, എന്റെ സ്വസ്ഥത കളഞ്ഞത്. ഇത്ര ആൾക്കാർ അങ്ങനെ പറഞ്ഞില്ല, എന്റെ ജീവിതം നശിപ്പിച്ചത് നിങ്ങളാണ്. കാരണം തന്നോട് ഏറ്റവും ഇമോഷണലി അടുത്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കും, അവർ തെറ്റുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വൈരാഗ്യം അവരോട് ഉണ്ടാകുക. അപ്പൊ ആ ഒരു സാധനമായിരിക്കും എന്റെ സ്വൈര ജീവിതത്തെ ബുദ്ധിമുട്ടാക്കിയവർ, എന്റെ ആഗ്രഹങ്ങളെ ബുദ്ധിമുട്ടാക്കിയവർ, എന്റെ ജീവിതം ബുദ്ധിമുട്ടാക്കി എന്ന് സ്വയം വിചാരിക്കുന്ന ആൾക്കാർ. അതുകൊണ്ടായിരിക്കും ഫാമിലി മെമ്പേഴ്സിനെ കൂടുതലും ചെയ്യുന്നുണ്ടാവുക. കാരണം സ്നേഹം സ്നേഹം കിട്ടാതെ വരികയും, അല്ലെങ്കിൽ പരിഗണന അറിയിക്കുന്നവർ പരിഗണന കിട്ടാതെ വരികയും ചെയ്യുമ്പോണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടും കൂടിയായിട്ട് കാണാം. വെഞ്ഞാറമൂട് കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഒരു മർഡേഴ്സ് റേഞ്ചിലായിരുന്നു ഈ ആരോപിക്കപ്പെടുന്ന അഫാൻ ഉണ്ടായിരുന്നത്. പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ട് പല സ്ഥലങ്ങളിൽ നിന്നാണ് പല സ്ഥലങ്ങളിൽ പല കൊലപാതകങ്ങളാണ് ചെയ്യുന്നത്. ചിലത് വളരെ ഇൻസ്റ്റന്റ് ആയിട്ടുണ്ടായ ചില തീരുമാനങ്ങളുടെ പുറത്താണ് കൊലപാതകങ്ങൾ ചെയ്തത് എന്നും പറയപ്പെടുന്നു. ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ അങ്കിളിന്റെ കൊച്ചാപ്പയുടെ ഭാര്യ കൊച്ചുമ്മ, പിന്നെ അതുപോലെ തന്നെ പിതൃമാതാവ്, അവരുടെയും ഇൻസ്റ്റന്റ് ആയിട്ടുണ്ടായ കൊലപാതകങ്ങളാണെന്ന് ആരോപിക്കപ്പെടുന്നത്. ഈ മൊത്തം കൊലപാതകങ്ങൾ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അഫാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈലിനെ എങ്ങനെയാണ് ഡോക്ടർ റഹീമുദ്ദീൻ കാണുന്നത്? അദ്ദേഹത്തിന്റെ നാട്ടുകാരും അദ്ദേഹത്തിന് അറിയുന്ന ബന്ധുക്കളും അവിടെ ഇന്റർവ്യൂ കേട്ട സമയത്ത് മനസ്സിലാക്കി വെച്ചാൽ, അദ്ദേഹം സമൂഹത്തിൽ കാര്യമായിട്ട് ഇടപെടാത്ത, പ്രത്യേകിച്ച് ആ പ്രായത്തിനനുസരിച്ച് കുട്ടികളുടെ ക്ലബ്ബുകളിലോ മറ്റ് സാമൂഹിക ക്ലബ്ബുകളിലോ ഇടപെടാത്ത, സ്വന്തം കാര്യങ്ങൾ നോക്കി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ കൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നും ഉണ്ടായിട്ടായിരുന്നില്ല. പക്ഷെ ചില നാട്ടുകാർ, അദ്ദേഹത്തെ കൃത്യമായി അറിയുന്ന നാട്ടുകാർ പറഞ്ഞു വെച്ചാൽ, വളരെ ലക്ഷറി ജീവിതം ആഗ്രഹിച്ച് നടന്നിരുന്ന, വലിയ വില കൂടിയ ഫോണും അടുത്ത കാലത്ത് പുതിയ ബൈക്കും വാങ്ങുകയും, പക്ഷെ കൃത്യമായി ജോലിക്കൊന്നും പോവാതെ ഈ പ്രായത്തിലെ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്റെ കാര്യങ്ങൾ മാത്രം നോക്കി ഉത്തരവാദിത്വം ഇല്ലാതെ ജീവിക്കുന്ന ആളായിട്ടാണ് പ്രത്യേകിച്ചും ഇവരെ ചിത്രീകരിക്കുന്നത്. അപ്പൊ ഒരു ലാക്ക് ഓഫ് റെസ്പോൺസിബിലിറ്റി, ഒരു സെൽഫ് സെന്റേർഡ് വ്യക്തി തന്നെയാണ് കാണുന്നത്. ഇതല്ലാതെ മറ്റൊരു അനാലിസിസ് അദ്ദേഹത്തിന്റെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ, അദ്ദേഹം സ്കൂളിൽ നിന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ സ്കൂൾ സസ്പെൻഡ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് കച്ചവടം ഉണ്ടാക്കുകയോ ചെയ്തായിട്ട് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ട്രേസിലേക്ക് വിരൽ ചൂണ്ടുന്ന ഘടകങ്ങളൊന്നും പ്രത്യേകിച്ച് ഇന്റർവ്യൂന്ന് കണ്ടില്ല. ഞാൻ പ്രത്യേകിച്ച് അവരുടെ പാരന്റ്സിന്റെ, അവരുടെ റിലേറ്റീവ്സിന്റെയും അതുപോലെ തന്നെ അവരുടെ എല്ലാവരുടെയും ഇന്റർവ്യൂ കേട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഉത്തരവാദിത്വം എടുക്കാൻ താല്പര്യമില്ല. ഒരു പുതിയ കാലത്തെ ഒരു യുവാക്കളുടെ എല്ലാ സ്വഭാവങ്ങളും, കുറച്ചു കാലത്ത് ജോലി പോയിരുന്നു, ഗൾഫിലേക്ക് പോയിരുന്നു, അവിടെ സ്ഥിരമായി ജോലി കിട്ടാതെ പുള്ളി നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ആർഭാട ജീവിതം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി, ഒരു കുട്ടി എന്ന രീതിയിൽ മാത്രമാണ് കാണുന്നത്. അത് മാത്രമല്ല, അവരൊരു ആന്റി സോഷ്യൽ ആണെങ്കിൽ അവന് കൃത്യമായി നല്ല ഗാഢമായ പ്രണയം ഉണ്ടായിരുന്നു, അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിരുന്നു, അവനെ വിശ്വസിച്ച കുട്ടി ഇറങ്ങി വരാൻ പറ്റിയിരുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അവന് വലിയ രീതിയിൽ ഒരു ആന്റി സോഷ്യൽ ട്രേറ്റ്സ്, ഒരു സോഷ്യൽ നോയിസൻസ് ആയി മാറിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വെടിച്ചുണ്ടായിരിക്കാം. കൂടുതൽ സൈക്കോളജിക്കൽ ഇവാലുവേഷൻ ഡെഫിനറ്റ്ലി അവനെ വിധേയമാക്കുക, അവന്റെ സൈക്കോളജിക്കൽ അസസ്മെന്റ്സും ഫോറൻസിക് സൈക്കോട്രിക്കൽ ഇവാലുവേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടാവും. ആ വരുന്ന മുറക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രത്യക്ഷത്തിൽ ലഹരി ഉപയോഗിച്ചതായിട്ടും എവിഡൻസ് പറയുന്നില്ല. പക്ഷേ രൂഹം പറയാന്നല്ലാതെ കൃത്യമായി ഫോറൻസിക് ഇവാലുവേഷൻ വന്നാൽ മാത്രമേ നമുക്ക് അവരുടെ ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ചും ഏത് തരം ലഹരിയാണെന്നും എന്നൊക്കെ പറയാൻ പറ്റുന്നതാവുള്ളൂ. പക്ഷെ ഒരു പ്രത്യേകിച്ച് ഒരു ആന്റി സോഷ്യൽ ട്രേറ്റിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ ഇപ്പം കിട്ടിയ പരിമിതമായ അറിവ് വെച്ചിട്ട് സൂചിപ്പിക്കുന്നതായിട്ട് കാണുന്നില്ല. താങ്കൾ നേരത്തെ പറഞ്ഞ മാതിരി സമൂഹത്തിൽ ഉണ്ടാവുന്ന ഇതുപോലുള്ള വലിയ വലിയ പ്രശ്നങ്ങളെ അതിനുള്ള പരിഹാരത്തിനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നേരത്തെ കണ്ടെത്തുക, പിന്നെ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഇതുപോലുള്ള വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നോർമലി നമ്മൾ ഇതിന്റെ പരിഹാരങ്ങളെ പറ്റി ആലോചിക്കുന്നത്. ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ എന്ന നിലയിൽ സമൂഹത്തിന് അല്ലെങ്കിൽ സൊസൈറ്റിക്ക്, കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പുകൾക്ക്, സൗഹൃദങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് ചെയ്യാനുള്ളത്? പ്രത്യേകിച്ച് നമ്മുടെ പുതിയ കാലത്തെ രക്ഷിതാക്കള് പുതിയ കാലത്തെ കുട്ടികളെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം മുമ്പുണ്ടായിരുന്ന സാഹചര്യങ്ങളിലൂടെയല്ല നമ്മളെ കുട്ടികൾ കാണുന്നത്. നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ സമൂഹത്തിലും അക്രമങ്ങൾ കൂടുന്നു, അക്രമവുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങളുടെ കേസ് കൂടുന്നു. ഈ സാഹചര്യം നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ കടന്നു പോകുന്ന സാമൂഹ്യ സാഹചര്യത്തെ കുറിച്ച് കൃത്യമായി ആലോചിക്കാനും, ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് എങ്ങനെ പ്രൊആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുമ്പോൾ പ്രധാനമായിട്ടും ആലോചിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ ഇപ്പം അനുഭവിക്കുന്ന അവർ കടന്നു പോകുന്ന സാഹചര്യം, പ്രത്യേകിച്ച് ന്യൂ നോർമൽ ലൈഫിൽ വളരെ അതിതീക്ഷ്ണമായിട്ടുള്ള അക്രമങ്ങൾ അടങ്ങിയ വയലൻസ് ഉള്ള ഗെയിമുകൾ
വളരെ വയലൻസ് കാണിക്കുന്ന മൂവികൾ, അതോടൊപ്പം തന്നെ സഹിഷ്ണുത കുറഞ്ഞ് പെട്ടെന്ന് കാര്യങ്ങൾ നേടണം, ഒന്നിനും വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റി സാഹചര്യങ്ങളിലേക്ക് ഒന്നിനും കാത്തിരിക്കാൻ വയ്യ, എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പം കിട്ടണം എന്നുള്ള ഒരു മനോഭാവം, ഇതെല്ലാം കുട്ടികളുടെ വയലൻസ് നോർമലൈസ് ചെയ്യാനും തങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വയലൻസ് ആണ് അതിന് മെത്തേഡ് എന്ന രീതിയിലേക്ക് ചെറിയ ഭൂരിപക്ഷം കുട്ടികളെങ്കിലും, ചെറിയ ശതമാനം കുട്ടികളെങ്കിലും അതിലേക്ക് പോകുന്നതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ രക്ഷിതാക്കളും അധ്യാപകന്മാരും സമൂഹത്തിലെ മറ്റു സോഷ്യലൈസേഷൻ ഏജൻസികളും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് വയലൻസ് നോർമലൈസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ എവിടെയൊക്കെയുണ്ട്, അത് ഗെയിം ആയാലും സോഷ്യൽ മീഡിയ ആയാലും അതുപോലെ തന്നെ അവരുടെ ചർച്ചകളാണെങ്കിലും സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് ആണെങ്കിലും വയലൻസിനെ വയലൻസ് ആയിട്ട് തന്നെ ചിത്രീകരിക്കുകയും വയലൻസിനെ അത് കൃത്യമായി പ്രശ്നങ്ങളുണ്ടെന്നും ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടന്റ് അവർക്ക് മാത്രം കാണിക്കുന്നു ഉറപ്പുവരുത്തുക എന്നുള്ള പ്രിവെന്റീവ് ആസ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തത്, കുട്ടികളുടെ വളർച്ചാ കാലഘട്ടത്തിൽ അവർക്ക് ആവശ്യമായ സ്നേഹവും പരിഗണനയും കരുതലും കൃത്യമായി കൊടുക്കേണ്ടതുണ്ട്. കാരണം രക്ഷിതാക്കളുടെ സംരക്ഷണത്തിനല്ലാതെ വളരെ നേരത്തെ തന്നെ വയലൻസ് പോലെ കണ്ടന്റ് കുട്ടികൾ കാണുന്നുണ്ട്. അത് അവർക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ വയലൻസ് കാണുകയും അത് നോർമലൈസ് ചെയ്യപ്പെടുന്ന അവസ്ഥ വരുന്നുണ്ടെങ്കിൽ ഏജ് അപ്രോപ്രിയേറ്റ് ആയ മീഡിയ ലിറ്ററസി അവർക്ക് കൃത്യമായി കൊടുക്കേണ്ടതുണ്ട്. കാരണം മീഡിയ ലിറ്ററസിയെ കുറിച്ച് പറയേണ്ടതുണ്ട്. രണ്ടാമത്തത്, അവർക്ക് മുഴുവൻ സമയവും ഇതുപോലെ കണ്ടന്റാകുകയും വയലൻസിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കായികപരമായിട്ടും മറ്റ് സാമൂഹികപരമായും ഇടപെടാനുള്ള സാമൂഹ്യ നൈപുണ്യം, സോഷ്യൽ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. റെസിലിയൻസ് സ്കിൽസ്, ഒരു പ്രണയ നൈരാശ്യം വരുമ്പോൾ റിജക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ സങ്കടപ്പെടുകയും അത് അക്രമത്തിലേക്ക് പോകുന്നതിന് പകരം റിജക്ഷൻ സെൻസിറ്റിവിറ്റി ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് പരസ്പരം പങ്കുവെക്കാൻ ആവശ്യമായ, ഷെയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സോഷ്യൽ സ്കിൽ ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്. ഇതൊക്കെ കണ്ടെത്താനും ഇത് പരിപോഷിപ്പിക്കാനും ആവശ്യമായ രക്ഷിതാക്കൾക്ക് ആവശ്യമായിട്ടുള്ള പുതിയ കാലത്തെ രക്ഷിതാക്കൾ ആവാനുള്ള സ്കില്ല് രക്ഷിതാക്കൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള അപൂർവമായിട്ടുള്ള വ്യക്തിവൈകല്യങ്ങൾ, ADHD പോലുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ ആന്റി സോഷ്യൽ ട്രേറ്റ്സ് പോലുള്ള സ്വഭാവങ്ങളോ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ അവർ ലഹരിക്ക് പോകാനുള്ള സാമൂഹ്യ സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഇതിനെല്ലാം കുട്ടികളെ കരകയറ്റി കൃത്യമായി രക്ഷിക്കാൻ ആവശ്യമായ പ്രിവെന്റീവ് മെഷേഴ്സ് രക്ഷിതാക്കളെ ഭാഗത്തെടുക്കണം. ലഹരി വളരെ സുലഭമായി നമ്മൾ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതുപോലത്തെ ADHD കുട്ടികൾ കൂടുതൽ ലഹരിയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ കുട്ടികളെ കൃത്യമായി നേരത്തെ കണ്ടെത്തി അവർക്ക് ആവശ്യമായുള്ള ചികിത്സയോ കൗൺസിലിങ്ങോ തെറാപ്പിയോ തുടർ ചികിത്സയോ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ പ്രിവെന്റീവ് ആസ്പെക്ട്സുകളും രക്ഷിതാക്കൾ ചെയ്യേണ്ടതുണ്ട്. 1% കുട്ടികളെങ്കിലും അക്രമവാസനയുള്ള കുട്ടികളുണ്ട്, അല്ലെങ്കിൽ അതുപോലത്തെ അത് പ്രൊമോട്ട് ചെയ്യുന്ന ഗ്യാങ്ങുകളുണ്ട്. ഇത് കൃത്യമായി കണ്ടെത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രിവെന്റീവ് ആസ്പെക്ട്സിലുള്ള ഇന്റർവെൻഷൻസ് നമ്മുടെ വിദ്യാലയങ്ങൾ വളരെ നേരത്തെ തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. ഇത് കുറച്ച് കുട്ടികൾ മാത്രം അക്രമത്തിലേക്ക് പോകുന്നു. ഇത് കാണാത്ത മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. സ്വയം ഉപദ്രവിക്കുകയും സെൽഫ് ഹാം ചെയ്യുകയും സൂയിസൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സൂയിസൈഡിന്റെ ഹബ്ബായിട്ട് കേരളം മാറുകയും ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ വർഷം, ഒരു വർഷത്തിനിടയിൽ മാത്രം 13 കുട്ടികളാണ് ഹയർ സെക്കൻഡറിയിൽ മാത്രം തൃശ്ശൂരിൽ സൂയിസൈഡ് ചെയ്തത്. അപ്പം സൂയിസൈഡിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്. അക്രമത്തിന്റെ മറ്റൊരു സ്വഭാവമാണ് സ്വയം മുറിവേക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്. അപ്പൊ ഇത് രണ്ടും മനസ്സിലാക്കിക്കൊണ്ട് പ്രിവെൻഷൻ, ഏർലി ഐഡന്റിഫിക്കേഷൻ രണ്ടും ചെയ്യേണ്ടതുണ്ട്. രക്ഷിതാക്കൾക്കും അധ്യാപകന്മാർക്കും മറ്റു ഏജൻസികൾക്കും കൃത്യമായ ബോധവൽക്കരണവും ശാസ്ത്രീയമായുള്ള ഇടപെടൽ ആവശ്യമായ പ്രവർത്തനങ്ങളും കൊടുക്കേണ്ടതുണ്ട്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സൂചിപ്പിക്കാറുണ്ട്. ഡോക്ടർ റഹീമുദ്ദീൻ PK ആണ് ഇത്രയും നേരം നമ്മളുമായി വെഞ്ഞാറമൂട് പുട്ടക്കലയും അതിനോടുള്ള സമൂഹത്തിന്റെയും വ്യക്തിയുടെയും റെസ്പോൺസസ്, റിയാക്ഷൻസ് എന്തൊക്കെയായിരിക്കും എന്ന് നമ്മളോട് സംസാരിച്ചത്. ഈ വിഷയത്തെ അധികരിച്ച് ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി ഡോക്ടർ റഹീമുദ്ദീൻ PK. താങ്ക് യു.